നമസ്കാരം, അഭിലാഷേട്ടയാണ്. അലിഞ്ചോസ് പെരേരയുണ്ട്. ഹായ്, നമസ്കാരം. അപ്പൊ ഞങ്ങളൊരു സിനിമ ചെയ്തു. ഏതാണ്? ഗുലാന്റെ കത്തുകട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി സിനിമയാണ്. നമ്മുടെ ജാഫർ ഇടുക്കിക്ക ഗംഭീര പെർഫോമൻസ്. കാരണം ബാഡ് ബോയ്സിന് ശേഷം ഞാൻ ഡയലോഗ് പറഞ്ഞ ഒരു സിനിമ. ചോലവിസ്കിയും ചെയ്തില്ലേ? ചെയ്തത് പറയാലോ. ഇത് നമ്മള് ഒരു ചെറിയ വലിയ സിനിമ തന്നെ പറയാം. ഈ പുള്ളി ഡബി അഭിനയിച്ചു, അതിനകത്ത് ഡയലോഗ് പറഞ്ഞിരുന്നു. പിന്നെ ഡബിങ് തിയേറ്ററിൽ പോയി ഡബ് ചെയ്തു. അത് ലിസ്റ്റിൻ സ്റ്റീഫന്റെ സ്റ്റുഡിയോയിൽ പോയി ഡബ് ചെയ്തു. വലിയൊരു ഭാഗ്യമായി. ലിസ്റ്റിൻ രണ്ടൊക്കെ ഒരു ഡബിങ് സ്റ്റുഡിയോ പോയി. സിദ്ദീഖ് സാറിന്റെ മകനുണ്ടല്ലോ പടത്തില്. ഉണ്ട്, ഞാൻ ഒരുപാട് അതിന്റെ ഡബിങ് തിയേറ്ററിൽ ഡബിങ് തിയേറ്ററിൽ വെച്ച് മറ്റേ ഈ സീൻസ് കാണിക്കുമല്ലോ ഓരോ ഡബിങ്ങിന്റെ. ഇങ്ങനെ പ്ലേ ചെയ്തപ്പോ ഇങ്ങനെ മിക്സ് ചെയ്ത് സമയത്ത് ഞാൻ കുറച്ച് സീൻസ് ഒക്കെ കണ്ടിരുന്നു. ഡയലോഗ് ഒന്നും കേട്ടില്ല, സീൻസ് കണ്ടിരുന്നു. നല്ല പേരൊന്നും പറയാം അറിയില്ല. അപ്പൊ എന്തായാലും ഡയറക്ടർ നമ്മുടെ മിമിക്രി കലാകാരനായൊരു സംവിധായകനാണ്. അതുകൊണ്ടോ അന്വേഷണം അടിപ്പിക്കണ്ട. നീ പറ. നീ പറ. നഗാസല്ലേ? നഗാസ അസോസിയേറ്റ്. നീ പറ. ഇതാണ് ഈ പടത്തിന്റെ സസ്പെൻസ്. ഡയറക്ടറുടെ പേര് മാത്രം അറിയില്ല. മറന്നുപോയില്ലേ? ഒന്ന് പറഞ്ഞേ. ഗൂഗിള് ഗൂഗിൾ ചെയ്യട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഓർമ്മയില്. പുള്ളി ഒരു മിമിക്രി കലാകാരനായിരുന്നു. അറിയോ? ഡയറക്ടറിന്റെ പേരറിയോ? മുന്ന എന്ന് പറയുന്ന സംവിധായകനാണ്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് പേര് കിട്ടിയില്ല, അതാണ്. മുന്നേ എന്ന പണ്ടൊരു മിമിക്രി കലാകാരനാണ്. അബീക ഷിയാസ്കാട്, ദിലീപേട്ടൻ, നാദിർഷയുടെ കൂടെ ഉണ്ടായിരുന്നൊരു സംവിധായകനാണ്. സംവിധാനം എന്ന് പറഞ്ഞാൽ മിമിക്രി കലാകാരനാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് ഗുലാന്റെ തട്ടുകട. അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു, അല്ലേ? എന്തായാലും ഞാനും പെരേരയും ഒരു നല്ലൊരു വേഷം ഡയറക്ടർ. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു വേഷം സമ്മാനിച്ച ഡയറക്ടർക്കും ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുലാന്റെ തട്ടുകട ഒരു വിജയമായി തീരും. ഗുലാന്റെ തട്ടുകട ഗംഭീരമായിട്ട് മാറട്ടെ. നല്ലൊരു സിനിമയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യട്ടെ. അടുത്ത മാസം റിലീസാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ പോലെ രണ്ട് പാവപ്പെട്ട കലാകാരന്മാരെ സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് എത്തുകയാണ്. അതുപോലെ കുറച്ച് പേരുണ്ട്. നമ്മുടെ റസാഖ് മട്ടാഞ്ചേരി, മായ ഇടുക്കി, അങ്ങനെയുള്ളവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മായ ഇടുക്കി ഇദ്ദേഹത്തിന്റെ കൂടെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ചേച്ചിയായിട്ട് അഭിനയിച്ചേക്കണം. ചേച്ചിയാണ് അനിയത്തിയാണെന്ന് അറിയില്ല, എന്തായാലും അഭിനയിച്ചിട്ടുണ്ട്. മുന്ന സാർ, എന്തായാലും ബിഗ് സല്യൂട്ട്. നല്ലൊരു സിനിമ മലയാളത്തിന് സമ്മാനിക്കുന്നതിന്. താങ്ക് യു.